സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ നന്ദനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നന്ദന് പല പ്രാവശ്യം ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും നന്ദൻ കോൾ അറ്റൻഡ് ചെയ്യണില്ല. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, നന്ദേട്ടൻ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ചേച്ചി പ്രഭാവതിയുടെ ഫോണിൽ വിളിക്കുക, എന്നിട്ട് നന്ദേട്ടന് കൊടുക്കാൻ പറയുമെന്ന് പറയുമ്പം ദേവിക അതനുസരിച്ച് പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് നന്ദുവിനൊന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രഭാവതി ദേവികയെ കുറേ കളിയാക്കുകയൊക്കെ ചെയ്തിട്ട് നന്ദുവിന് ഫോൺ കൊടുക്കാൻ പറ്റില്ല, ഇപ്പം നീ നന്ദുവായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് നമ്മളുടെ ദേവികയുടെ അടുത്തുനിന്ന് കിട്ടുന്നത്. ദേവിക പറയുന്നുണ്ട്, നന്ദുവിനോട് സംസാരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ, അല്ലാതെ അമ്മയല്ലല്ലോ എന്ന്. അത് കേട്ടതും പ്രഭാവതിക്ക് ഭയങ്കര ഒരു അടി കിട്ടുന്നത് പോലെ ആവുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും നമ്മളുടെ ദേവിക ഈ ഒരു രീതിയിൽ പ്രഭാവതിയോട് സംസാരിക്കുകയോ പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രഭാവതിക്ക് അത് ഭയങ്കര ഷോക്കായി പോകുന്നത്. പിന്നീട് ഞാൻ എന്തായാലും അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ശാരിക പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി നന്ദേട്ടനെയും കൊണ്ട് നേരെ മേഡത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എല്ലാ സത്യങ്ങളും നന്ദേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കിക്ക്, അങ്ങനെ ഈ പ്രശ്നങ്ങൾ തീർക്ക്. ഇനി സത്യങ്ങളെല്ലാം നന്ദേട്ടനെ ബോധ്യപ്പെടുത്തിയിട്ടും നന്ദേട്ടന് അതൊന്നും ബോധ്യമാവുന്നില്ല എന്നുണ്ടെങ്കിൽ നന്ദേട്ടനോട് പോയി പണി നോക്കാൻ പറയാന്ന്. അത് പ്രകാരം നമ്മളുടെ ദേവികയാണെങ്കിൽ ചന്ദ്രോത്തേക്ക് ചെല്ലാണ്. ചന്ദ്രോത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രഭാവതിയാണെങ്കിൽ ഭയങ്കര കലി പൂണ്ട് തന്നെ നിൽക്കുകയാണ്. ദേവികയോടുള്ള പഴയ സ്നേഹവും മനോഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പ്രഭാവതിയുടെ. കാരണം അരുന്ധതിയുടെ ആളായിട്ട് ദേവികയെ ഇലക്ഷന് നിർത്തിയിരിക്കുന്നത് അരുന്ധതിയാണെന്ന് അറിഞ്ഞതോടുകൂടിയാണ് ഈ പ്രഭാവതിയുടെ സ്വഭാവമൊക്കെ ആകെ മാറിയത്. അങ്ങനെ ദേവിക അവിടെ ചെല്ലണ സമയത്ത് അമ്മേ നന്ദു എവിടെയെന്ന് ചോദിക്കുമ്പം നന്ദു ഇവിടെ ഉണ്ടാവും, എനിക്കതൊന്നും അന്വേഷിക്കലല്ല പണിയെന്ന് പറയുന്നത്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എൻ്റെ വാക്കിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത നിന്നോട് ഇതിൽ കൂടുതൽ മാന്യമായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന്. ആ സമയത്ത് ദേവികയാണെങ്കിൽ, അമ്മ എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ അമ്മയ്ക്ക് എന്ത് വില കൽപ്പിച്ചില്ല എന്നാണ് പറയണേ. ഞാൻ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ അമ്മയെ ധിക്കരിക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോയത്. ഞാൻ അച്ഛനോട് പറഞ്ഞതാ അമ്മയെ നന്ദു മത്സരിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വന്നില്ല എന്ന്. അപ്പോൾ അച്ഛനാ പറഞ്ഞത് എന്തായാലും വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയത് അച്ഛനാ, അല്ലാതെ ഞാനതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നും അല്ല, നിനക്ക് ഇപ്പോൾ MLA ആവാം മന്ത്രി ആവാന്നൊക്കെ കേട്ടപ്പോൾ നിനക്കും അതിനോട് ഇഷ്ടം കൂടിയതുകൊണ്ടാണ് നീ സിദ്ധു വിളിച്ച പാടെ പോയത്. അല്ലെങ്കിൽ നിനക്ക് സിദ്ധുവിനോട് പറയായിരുന്നല്ലോ ഞാൻ മത്സരിക്കണില്ല എന്ന്. അപ്പോൾ സിദ്ധു പോയിക്കോളൂലായിരുന്നു എന്ന് ചോദിക്കുമ്പം ദേവികയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനിനി അമ്മയെ ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിൽക്കണില്ല, അമ്മയ്ക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, എന്തായാലും ഞാൻ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് നന്ദുവിൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മളുടെ നന്ദനാണെങ്കിൽ റൂമിലിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുകയാണ്. പെട്ടെന്ന് ദേവിയെ കണ്ടതും നന്ദൻ ചാടി എഴുന്നേറ്റ്, നീ എന്താ ഇവിടെ, നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചാൽ, നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, നന്ദു എന്തൊക്കെയായി ചോദിക്കുന്നത്? ഞാൻ പിന്നെ ഇങ്ങോട്ടല്ലാണ്ട് വേറെ എങ്ങോട്ടാ പോകണ്ടേ? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ ഞാൻ ഉണ്ടാവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ഭർത്താവോ? ഏത് ഭർത്താവ്? നീ അങ്ങനെ എന്നെ ഭർത്താവായിട്ട് കണ്ടിട്ടുണ്ടോ? നീ അങ്ങനെ ഒരു വില എനിക്ക് തന്നിട്ടുണ്ടോ? നീ നിൻ്റെ ഇഷ്ടത്തിനല്ല എല്ലാം ചെയ്യണേ. അതുമാത്രമല്ല, നീ ഇനിയിപ്പോൾ MLA ആവാനും മന്ത്രി ആവാനൊക്കെ പോവാല്ലേ, അപ്പോൾ പിന്നെ എന്നെ പോലെയുള്ള ഒരു ഭർത്താവ് തന്നെ നിനക്ക് കുറച്ചിലായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ദേവികയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. നന്ദു എന്തൊക്കെയാ പറയണേ? നന്ദു എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം, നമ്മൾ തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും ഇന്നത്തോടുകൂടി പറഞ്ഞു തീർക്കണം, അതിന് എനിക്ക് നേരമില്ല, നീ എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ, എനിക്കെങ്ങും വരാൻ പറ്റില്ല എന്ന് പറയുമ്പം നന്ദു എൻ്റെ കൂടെ വന്നാൽ മാത്രമേ ആ തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും തീരൂല. അതുകൊണ്ട് ഇന്ന് തന്നെ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനാണ് നന്ദുവിനെ ഞാൻ വിളിക്കണേ. നന്ദു എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വന്നാൽ മതി, വേറെ ഒന്നിനുമല്ല, കുറച്ച് കാര്യങ്ങൾ നന്ദുവിനെ ബോധ്യപ്പെടുത്തി തരാനാണ്. ആ സമയത്ത് നന്ദനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല എന്ന്. ദേവികയാണെങ്കിൽ വാശി പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്, നന്ദു എൻ്റെ കൂടെ വരാതെ ഞാനിനി ഇവിടുന്ന് എങ്ങും പോകില്ല എന്നും പറഞ്ഞ്. ആ സമയത്ത് നന്ദുവിന് വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന് കണ്ടിട്ട് നന്ദു എന്നാൽ ഞാൻ വരാം, നീ താഴേക്ക് പോയിക്കോ, ഞാനിപ്പോൾ തന്നെ റെഡിയായി വരാമെന്നും പറഞ്ഞ് ദേവിക താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്താണ് ഈ പ്രഭാവതി ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കണേ. എന്നിട്ട് നീ നന്ദുവിനെ കാണാൻ പോയിട്ട് എന്തായി, നന്ദു നിന്നെ ഇറക്കി വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലമ്മേ എന്നെ ഇറക്കി വിട്ടൊന്നുമില്ല, ഞാൻ നന്ദുവിനെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി വന്നതാ, എന്തായാലും ഞങ്ങൾ പോയി വന്നിട്ട് അമ്മയോട് ഞാൻ ബാക്കി സംസാരിക്കാം, ഇപ്പം ഞാനൊന്നും സംസാരിക്കണില്ല എന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, നന്ദു എന്തിനാ നിൻ്റെ കൂടെ വരണേ? അവനൊരിക്കലും നിൻ്റെ കൂടെ വരില്ല, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന്. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ നന്ദനാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അത് കണ്ടതും പ്രഭാവതിക്ക് ഒന്നും കൂടി ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി നന്ദനോട്, നന്ദ നീ എവിടെ പോവുക എന്ന് ചോദിക്കുമ്പോൾ
ഇവളുടെ കൂടെ ചെല്ലണമെന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും പോയിട്ട് വരാമേ എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്ദ, നമ്മൾ പറഞ്ഞത് അനുസരിക്കാത്തവളുടെ കൂടെ എങ്ങും പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അമ്മേനെ അല്ലല്ലോ അതിന് ഞാൻ വിളിച്ചത്, എൻ്റെ ഭർത്താവിനെ അല്ലേ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ അമ്മ എന്തിനാണ് ഇടപെടണേന്ന്. ആ സമയത്ത് നന്ദനും പറയുന്നുണ്ട്, അത് ശരിയമ്മേ, ഞങ്ങളുടെ പ്രശ്നത്തിൽ അമ്മ ഇടപെടണ്ട, അത് ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്തോളാം, എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ദേവികയുടെ കൂടെ നന്ദനം കൂടെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും ത്യാഗരാജനെയാണ്. ത്യാഗരാജനാണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട്, നന്ദനും ദേവികയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി, മേഡം ഇടപെട്ട് എത്രയും പെട്ടെന്ന് അത് പറഞ്ഞ് പരിഹരിക്കണം, ഇല്ലെങ്കിൽ നമ്മളുടെ സ്ഥാനാർത്ഥി തോറ്റു പോകുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എനിക്ക് ആ പ്രഭാവതിയെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിലവിൽ പ്രഭാവതി എൻ്റെ മുന്നിൽ തോറ്റ് തന്നെ നിൽക്കണേ, അതുകൊണ്ട് ഇനി നന്ദനും ദേവികയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ ദേവികയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ദേവികയ്ക്ക് ഫോൺ ചെയ്യുമ്പം ദേവിക നന്ദുവിൻ്റെ ഒപ്പം അരുന്ധതിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടതും ദേവിക നന്ദുവിനോട്, നന്ദു വണ്ടി ഒന്ന് നിർത്തുമോ, ഒരു കോള് വരുന്നുണ്ട്, ആരാന്ന് ചോദിക്കുമ്പം അത് മേഡ വിളിക്കണേന്ന് പറയുന്നു. അത് കേട്ടത് നന്ദുവിന് നിൻ്റെ ഒരു മേഡെന്ന് നന്ദു പറയുന്നുണ്ട്. ആ സമയത്ത് പ്ലീസ് നന്ദു ഒന്ന് മിണ്ടാതിരി, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവിക കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ മേഡം എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം എനിക്ക് ദേവികയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ദേവിക എനിക്കിത് കാണണമല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാം മേഡം, ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ നന്ദു ഉണ്ടെന്ന്. അതെന്തിനാ ദേവിക എന്ന് ചോദിക്കുമ്പം നന്ദുവിന് എന്നെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അത് വേറൊന്നുമല്ല ഋഷിയും ഞാനും തമ്മിലുള്ള തെറ്റിദ്ധാരണകളാണ്, അത് ഇന്നത്തോടുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ നന്ദുവിനെയും കൊണ്ട് മേഡത്തിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ദേവികയെ വിളിച്ചതും വരാൻ പറഞ്ഞതും, എന്തായാലും നിങ്ങൾ രണ്ടുപേരും വരുന്ന സ്ഥിതിക്ക് ഇന്നത്തോടുകൂടി നന്ദനും ദേവികയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും ദേവിക ഇപ്പം ഫോൺ വെച്ചോ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ ദേവിക ഫോൺ കട്ട് ചെയ്തതും നന്ദൻ പറയുന്നുണ്ടോ, നിൻ്റെ മേഡത്തിന് നിൻ്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണല്ലോ, ഇതുപോലൊരു മേഡത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അത് നന്ദുവിനെ അറിയാത്തതുകൊണ്ടാണ്, മേഡത്തിൻ്റെ മകൻ സുഖമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇപ്പോഴാണ് ഋഷി ഒന്ന് എഴുന്നേറ്റ് നടക്കാനും സംസാരിക്കാനും തുടങ്ങിയത്, അത് ഞാൻ ചെന്നതുകൊണ്ടാണ് മേഡം വിശ്വസിക്കുന്നത്, അതുകൊണ്ട് മേഡത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അവർ നേരെ പോകുന്നത് അരുന്ധതിയുടെ വീട്ടിലോട്ടാണ്. ഈ സമയത്ത് പ്രഭാവതി നന്ദനും ദേവികയും എവിടെ പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ രജനിക്ക് ഫോൺ വിളിച്ചിട്ട് രജനിയോട് വിവരങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുകയാണെങ്കിൽ തീർക്കട്ടെ അമ്മേ, പിന്നെ ഈ ഇലക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കണ്ടല്ലോ, നമ്മളുടെ വീട്ടിലോട്ട് ദേവിക വന്നു കഴിഞ്ഞാൽ അച്ഛനെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം, ഇലക്ഷനിൽ നിന്ന് ദേവികയെ മാറ്റുകയും ചെയ്യാമെന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും സിദ്ധു അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല, അതൊന്നും കുഴപ്പമില്ലാമേ, അച്ഛനോട് ഞാനും നന്ദനും എല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ അച്ഛനത് അനുസരിച്ചോളും. പിന്നീട് നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ ദേവികയും നന്ദനും ചെല്ലണതും നോക്കി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ നന്ദൻ ദേവികയുമായിട്ട് അരുന്ധതിയുടെ വീടിൻ്റെ മുറ്റത്തോട്ട് ബൈക്കിൽ ചെല്ലണ സമയത്ത് തന്നെ അരുന്ധതി വേഗം മുറ്റത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ദേവിക എന്നും പറഞ്ഞുകൊണ്ട് ഓടി ദേവികയുടെ അടുത്തേക്ക് വന്ന് ദേവികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നന്ദനക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവക്കടോട് മേഡത്തിൻ്റെ ഒരു കെട്ടിപ്പിടിക്കലും സ്നേഹിക്കലും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പിറുപിറുക്കണമുണ്ട്. ആ സമയത്ത് അരുന്ധതി നന്ദനെ രോക്കുമ്പോൾ നന്ദു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതായിട്ട് അരുന്ധതിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ ആലോചിച്ച് നിൽക്കണേ, അവിടെ തന്നെ നിൽക്കാതെ വാ, അകത്തേക്ക് കയറി വാന്നും പറഞ്ഞ് ദേവികയും നന്ദനെയും അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അകത്ത് എന്നതും അരുന്ധതി ദേവികയോട് എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ പ്രചരണമൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ സംസാരിക്കാനല്ല മേഡം വന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് വന്നത്, മെയിനായിട്ട് നന്ദുവിനെയും ഋഷീനെയും ഒന്ന് പരിചയപ്പെടുത്തണം, ഋഷി ആരാന്ന് വ്യക്തമായിട്ട് നന്ദുവിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതിനെന്താ ദേവിക നന്ദനെയും കൊണ്ട് പോയി ഋഷിയുടെ റൂമിൽ പോയി ഋഷീനെ കണ്ടിട്ട് പോരേന്ന്. അങ്ങനെ ദേവിക നന്ദുവിനെയും വിളിച്ചുകൊണ്ട് മേളിലത്തെ റൂമിലോട്ട് പോകുന്നുണ്ട്. പോണ വഴിക്ക് നമ്മളുടെ നന്ദുവിനാണെങ്കിൽ അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖമൊക്കെ ഇരിക്കുന്നത്. ദേവികയാണെങ്കിൽ നന്ദുവിനെ വാ നന്ദു എന്നും പറഞ്ഞുകൊണ്ട് ഋഷിയുടെ റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നതും ഇങ്ങനെ കിടക്കണ ഋഷിയെ കണ്ടതും നന്ദനാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ദേവികയെ നോക്കുമ്പം ദേവിക പറയുന്നുണ്ട്, നന്ദു ഉദ്ദേശിക്കുന്നത് പോലെയല്ല,
മേഡത്തിൻ്റെ മകനാ ഋഷി. കുറേ വർഷങ്ങളായിട്ട് ഋഷി സുഖമില്ലാതെ കിടക്കായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായോളൂ ഋഷി എഴുന്നേറ്റ് നടക്കാനും സംസാരിക്കാനും തുടങ്ങിയിട്ടെന്ന്. അങ്ങനെ ഇവരുടെ സംസാരം കേട്ടതും പകുതി മയക്കത്തിലായിരുന്ന ഋഷി വേഗം കണ്ണു തുറന്നിട്ട് ദേവികയുടെ നേരെ നോക്കിയിട്ട് ലീ എന്ന് ആദ്യം വിളിക്കുന്നുണ്ട്. പിന്നീട് അത് മാറ്റി ദേവിക എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, ഋഷിക്ക് ആളെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ആ നന്ദനല്ലേ എന്നിങ്ങനെ ഋഷി അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഋഷിയുടെ പെരുമാറ്റമൊക്കെ കണ്ട് നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.